ഈ ചായക്ക് പകരം ഫ്രഷ് ജ്യൂസ് ആയിരുന്നെങ്കിലേ അടിപൊളിയായിരുന്നു. ആണോ? അപ്പൊ എന്റെ പൊന്നുമോള് ഓടിപ്പോയി അമ്മയോട് ചോദിക്കും, വയറ് നിറച്ച് കിട്ടും. എന്തോന്ന് ഫ്രഷ് ജ്യൂസ്. ഫ്രഷ് ആയിട്ട് തെറിവിളി കിട്ടുന്നതിന് ആരും ഫ്രഷ് ജ്യൂസ് എന്ന് പറയാറില്ല. ആ ഇതാര്? കണ്ണു എന്താണ്? എന്ത് പറ്റിയടാ? അത് സാധാരണ വരുമ്പോ ഒരു സാധനത്തിന് കൂടെ കൊണ്ടുവരുമല്ലോ അതവിടെ. എനിക്കറിഞ്ഞൂടാ. എവിടെ പോയി? അന്ന് എനിക്ക് അറിഞ്ഞൂടാ, നീ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞേ? ആ കണ്ണാ, രാവിലെ തന്നെ എത്തിയല്ലോ, കാത്തു വന്നില്ലേ? മ്ലാനത. ഞാൻ പറയാം. എനക്ക് തന്നെ അറിയാം. ഇവന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ? ഓഹോ. കാത്തു ഇവനുമായിട്ട് നല്ല അടി ഉണ്ടാക്കി കാണും. അവള് നില വിളിച്ചും കാണും. തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ, കള്ളിയല്ലേ അവള്. രക്ഷപ്പെടാൻ വേണ്ടിട്ട് കീറി വിളിക്കുമല്ലോ. അതല്ലേടാ? ആണോ? കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതോ ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞതിന് അമ്മ വഴക്ക് പറഞ്ഞാ? എന്താണ് രാവിലെ എല്ലാരും കൂടെ ഒരു ചർച്ച? കണ്ണാ എന്തു പറ്റിയടാ? നീ എപ്പോ വന്നു? എന്തു പറ്റി ഇവന്? ചെറിയൊരു പ്രശ്നം കാർത്തുമായിട്ട്. എന്തോ മൂഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു. എന്ത് മൂഡ് ഔട്ട്? കാര്യം എന്ത്? എന്താടാ കണ്ണാ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ മുറി കാണുവേ. നീ വെക്കൂ. അച്ഛാ, മക്കളെ നമ്മുടെ ആ കാന്താരി കാത്തുണ്ടല്ലോ, അവളുമായിട്ട് അടി ഉണ്ടാക്കി കാണും. അല്ലാതെ എന്ത്? അല്ലെങ്കിൽ എല്ലാ വീടുകളിലും കാണും ഇതുപോലെ തല തെറച്ച ഇളയ സന്തതികൾ. എന്ത് ചെയ്യാ? അയ്യോ, അപ്പൊ മൂത്ത മക്കൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ? മൂത്തതിന് എന്താ അടി കുഴപ്പം? ഇച്ചിരി മൂത്തതാണ്, അതാണ് പ്രശ്നം. ഹലോ 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 ഹലോ, ഇനി ഈ വീട്ടില് ഈ കാരണം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കല്ലേ? അല്ല മണി, ഇവള് പറഞ്ഞതില് കാര്യമുണ്ട്. എന്തോന്ന്? എല്ലാ വീട്ടിലും ഈ ഇളയത് തന്നെയാണ് പ്രശ്നം. അതാണ്. അല്ല ഇവിടത്തെ കാര്യം മാത്രമല്ല, എന്റെ വീട്ടിൽ തന്നെ ചിന്നു രണ്ടാമത്തെ അവളാണ്. എന്ത് പ്രശ്നക്കാരി ഇവളുടെ വീട്ടിൽ തന്നെ ഇളയത് ഇവളാണ് പ്രശ്നം. അവിടെ രണ്ടാമത്തെ കുട്ടികൾ തന്നെ എല്ലാ വീട്ടിലും പ്രശ്നം. ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയണമെന്നേ ഉള്ളൂ അല്ലേ? എന്റെ വീട്ടിൽ ഞാനാ പ്രശ്നക്കാരി. മണിക്കൂട്ടൻ ചേട്ടൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല. അയ്യോ എന്തൊരു സാത്വികൻ. പിന്നെ ഇങ്ങനെ കാര്യം പറയണം? പ്രശ്നത്തിന് ഒരു കാരണം വേണ്ട. രാവിലെ അടിച്ച് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കും. ഇവള് ഞാൻ ചെയ്തു. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ദേഷ്യമേ ഇല്ല. മൂക്കിന്റെ ഇവിടെയാണ് ദേഷ്യം. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളോടും ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിന്റെ ആൾരൂപം ഉണ്ടല്ലോ, അതാണ് എന്റെ ചേച്ചി പൊക്കി പറയാന്ന് തോന്നല്ലേ? രാവിലെ നീ എന്റെ വാങ്ങുവേ. എനിക്കിപ്പോ ഇതിനൊന്നും സമയമില്ല. ഞാൻ എന്റെ കണ്ണന്റെ പ്രശ്നം തന്നെ ഞാനും വരാം. അയ്യോ നീ പോണില്ലേ? രണ്ടെണ്ണത്തിനും കൂടെ ഞാനിപ്പൊ പോണില്ല. പ്രശ്നങ്ങള് രാവിലെ തുടങ്ങി ഓരോന്ന്. നീ ഇവിടെ കിടക്കാണോ? എന്തോടെ എന്ത് ചെയ്യണു? എന്ത് പറ്റിയാടാ നിനക്ക്? എന്ത് പറ്റിയണ്ണാ? ഒന്നുമില്ല, ഞാൻ കുറച്ചേരം കൂടെ ഒന്ന് ഇരുന്നോട്ട്. കാര്യം പറയടാ. ഒന്നുമില്ല. പിങ്കി ചേച്ചി കാർത്ത് വരുന്നേ വന്നു. ഇനി തുടങ്ങ് രണ്ടും കൂടി അടി. പിന്നെ രണ്ടും കൂടെ അടി ഉണ്ടാക്കിയാൽ ഞാൻ രണ്ടെണ്ണത്തിന് എടുത്ത് വെളിയിൽ കളയും കേട്ടല്ലോ. നീ ഇവിടെ ഇരിക്കുവായിരുന്നു. അച്ഛൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നേ. നീ വാ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരുവേ. എന്തു അടി? എന്തോ പ്രശ്നം? മുടി വെട്ടണില്ലാന്ന്. അച്ഛൻ കഴിഞ്ഞ മാസം വല്ല പിറകെ നടക്കുവാണ്. ഇവൻ പറയാം നാളെ വെട്ടാം, മറ്റന്നാൾ വെട്ടാം, വണ്ടി പിറ്റേന്ന് വെട്ടാന്നൊക്കെ പറഞ്ഞു നടക്കും. എന്താടാ കണ്ണാ വെട്ടിക്കളയടാ. ഞാൻ എന്താ ആഗ്രഹിച്ച് വളർത്തിയാണെന്നറിയാവോ? അപ്പൊ മുടി വെട്ടില്ലാന്നാ തീരുമാനം? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പ്രായമായോ? അത് ശരിയാടാ ഇവള് പറഞ്ഞത്. എടാ, നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് 18 വയസ്സ് കഴിയണം. ഇപ്പൊ നമ്മള് അച്ഛന്റെ അമ്മേരെയൊക്കെ വാക്ക് കേൾക്കേണ്ട സമയമാണ് കേട്ടാ. അതെ, എനിക്ക് നിന്റെ കൂടെയും പറയാനുള്ളത്. നീ മിണ്ടാരി ചോദിച്ചില്ലല്ലോ. ഇതുവരെയാണെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അച്ഛനാണെങ്കിൽ ഒന്ന് വൃത്തിയും വെളുപ്പമുള്ള ആളാണ്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവേ. ഹലോ, എന്താണ് ഇവിടെ പ്രശ്നം? എന്റെ അമ്മ, ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവന്റെ മുടി വെട്ടണം, ഇവനാണെങ്കിലോ മുടി വെട്ടണ്ടാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ആണോ കണ്ണാ? ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെട്ടാന്ന് പറഞ്ഞാണ് ആന്റി. അവർ സമ്മതിക്കുന്നില്ല. ഇല്ല, അത് പറ്റത്തില്ല. അച്ഛൻ ഇന്ന് ഞായറാഴ്ച കൂടി, ഇന്ന് എന്തായാലും വെട്ടിയേ പറ്റത്തുള്ളൂ. കണ്ണാ, എന്തോന്നിത്? ഞാൻ ഇതുവരെ നിന്നെ ഇങ്ങനെ പെരുമാറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മോശമല്ലേ? അമ്മ, കണ്ണന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് ജിമ്മിനും ബോക്സിംഗ് ഒക്കെ പോണോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആദ്യം എതിർത്തില്ലേ? എടാ കണ്ണാ, നീ മുടി വെട്ടണ്ട, അച്ഛനോട് ഞാൻ പറയാം.
അങ്ങനെ പറഞ്ഞാൽ പറ്റൂന്നില്ല ചേച്ചി. കഴിഞ്ഞ ആഴ്ച മുതലേ ചേട്ടനോട് പറയാണ് അച്ഛൻ വെട്ടണം ഉറപ്പായിട്ടും വെട്ടണം. ഇറങ്ങി വാ. അവനെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. അതൊന്നും പറ്റില്ല ചേച്ചി. കഴിഞ്ഞ മാസം മുതൽ അച്ഛൻ പിറകെ നടക്കാവോ. ഇവൻ പറയും ഇന്ന് വെട്ടോ നാളെ വെട്ടാന്ന് പറഞ്ഞ ഇറങ്ങി വാ അങ്ങോട്ട്. കാരണം ഇപ്പൊ പോയിട്ടോ. വാ. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമേ, പണ്ടൊക്കെ അച്ഛനമ്മമാര് നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാ അതങ്ങ് സമ്മതിക്കണം. നമ്മുടെ ഇഷ്ടമൊന്നും ഇല്ല അവിടെ. ഇപ്പൊ കരികാലമൊക്കെ ആയപ്പോ പിള്ളേരൊക്കെ അവരവരെ ഇഷ്ടത്തിനായി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.